അനീഷ്. ഏവർക്കും എക്സലന്റ് ഫാഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിഗരറ്റ് പാൻറ്, പെൻസിൽ പാൻറ്, സ്ട്രെയിറ്റ് പാൻറ് എന്നൊക്കെ പറയുന്ന പാൻറ് ഉണ്ടല്ലോ, കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഈ പാൻറ്റാണ് ഫ്രണ്ട് ബാക്ക് സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നിടുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയുള്ള സിഗരറ്റ് പാൻറ്റ് നമുക്ക് എങ്ങനെ നോക്കാമല്ലേ. അപ്പം തുണി എടുത്തിട്ടുണ്ട്. തുണി എടുത്ത് സാധാരണ പാൻറ്റ് തയ്ക്കുമ്പോൾ നമ്മളതിനെ 4ആയിട്ട് മടക്കിയിട്ട് ഫോൾഡിങ് സൈഡ് നമ്മുടെ വശത്തേക്ക് വെക്കും. എന്നാൽ ഈ പാൻറ്റ് തയ്ക്കാൻ വേണ്ടി നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട ശേഷം ഓപ്പണിംഗ് സൈഡ് നമ്മുടെ സൈഡായിട്ട് നിൽക്കും. ഇത് ഓപ്പണിംഗ് സൈഡ് കണ്ടോ, നമ്മുടെ വശത്തേക്ക് നിൽക്കുകയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഓപ്പണിംഗ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഒന്ന് തുണി നീങ്ങിയിരിക്കുന്നു എന്നറിയാതെ നമ്മൾ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. സ്ട്രെയിറ്റ് ചെയ്ത് ഈ സൈഡ് മാത്രമല്ല ഈ സൈഡും താഴ്ഭാഗവും ഓപ്പണിംഗ് ആണ്. അപ്പോൾ അവിടെ കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത് നോക്കണം. പാൻറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് ലെങ്ത് നോക്കുന്നത്. ലെങ്ത് നോക്കാൻ എനിക്കിവിടെ വന്നത് 38 ആണ്. അപ്പം ലെങ്ത് എടുക്കുന്നത് നമ്മുടെ പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് നിന്നാണ് ലെങ്ത് എടുക്കുന്നത്. ആ ലെങ്ത് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് താഴ്ഭാഗം മടക്കി അടിക്കാനായിട്ട് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ വിടണം. അല്ലാതെ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ 2 ഇഞ്ച് നമ്മൾ വിട്ടെടുക്കും. ഇത് 3 ഇഞ്ച് കട്ട് ചെയ്യാൻ മടക്കി അടിക്കാൻ വേണ്ടി, പട്ട മടക്കി അടിക്കാൻ വേണ്ടി ഇവിടെയാണ് 3 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു സ്ട്രെയിറ്റ് ലൈനാക്കാം. ഇത് ഒന്ന് വരച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് ലെങ്ത് എടുക്കുന്നത് ഈ 3 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ലെങ്ത് എടുക്കുന്നത്. എനിക്കിവിടെ ലെങ്ത് വന്നിട്ടുള്ളത് 38 ആണ്. 38 ലെങ്താണ് നമുക്ക് ആവശ്യമെങ്കിൽ ഇവിടെ ഇടുപ്പിൻ്റെ പട്ട നമ്മൾ വേറെ ജോയിൻ ചെയ്തെടുക്കും. എന്നാൽ ആ വരുന്ന പട്ട ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് വേണം. അതുകൊണ്ട് 38 എന്നുള്ളത് 38.5 ഞാനിതൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 38.5 നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്തുന്നത് ഇവിടെയാണ്. ഈ സ്ട്രെയിറ്റ് നമ്മൾ എത്ര ഇറക്കം എടുത്ത ലൈൻ കൊടുത്ത ഇവിടെ നിന്നാണ് ഹിപ്പ് റൗണ്ട് കൊടുക്കുന്നത്. ഹിപ്പ് റൗണ്ട് കൊടുക്കുക. ഹിപ്പ് റൗണ്ട് എനിക്കിവിടെ വന്നിട്ടുള്ളത് 42 ഇഞ്ചാണ്. അപ്പം നമുക്കറിയാം 42 ഇഞ്ച്. ഇത് ഫ്രണ്ട് മാത്രമാണ് എടുക്കുന്നത്. ഹിപ്പ് റൗണ്ട് ആണ് 42. അപ്പം 42 ഡിവൈഡഡ് ബൈ 4 10.5 അല്ലേ. ഞാൻ ഇവിടെ നിന്നൊരു 10.5 ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ഇഞ്ച് സീം അലയൻസും കൊടുക്കും. തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ. ഇനി ഇവിടെ നിന്ന് ഈ 1/2 ഇഞ്ച് കൂടെ കൊടുത്ത ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, നമ്മൾ ക്രോച്ച് ലെങ്ത് കൊടുക്കുകയാണ്. ക്രോച്ച് ലെങ്ത് ഞാൻ 14 കൊടുക്കുന്നു. ഇനി ഈ 2 ലൈൻ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് പുറത്തോട്ട് ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട്. അകത്തോട്ടല്ല, പുറത്തോട്ട് ഒന്നൊരു പോയിന്റ് കൊടുത്ത് ആ പോയിന്റ്, ഈ ലൈൻ നമ്മൾ ഇപ്പുറത്തോട്ട് വേറെ ലൈൻ ഇല്ല, ഇങ്ങോട്ട് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലോട്ട് ആ ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഷേപ്പ് വേണമല്ലേ. പാൻറ്റിൻ്റെ അടുത്ത് നമുക്കറിയാം ക്രോസ് ലെങ്ത് നമ്മൾ അവിടെ വരയ്ക്കുന്നത്.
ആം ഹോൾ സ്കെയിൽ വെച്ച് ഒരു കർവ് ഷേപ്പിൽ ഒരു ലൈൻ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വരയ്ക്കാൻ ലൈനിന് അപ്പുറവും ഇപ്പുറവും സ്കെയിൽ പോകരുത്. വരച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോയിന്റും ഇവിടെ കൊടുത്ത ഈ പോയിന്റും തമ്മിൽ ഇടയ്ക്ക് എത്രയാണെന്ന് നോക്കുക. എനിക്കിവിടെ ഇത് തമ്മിലുള്ള അകലം 14 കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ പകുതി നമുക്ക് കാണണം. ഇതിൻ്റെ പകുതി നമുക്ക് തന്നെ അറിയാം, 14 ഡിവൈഡഡ് ബൈ 2 അല്ലേ, 2 എടുക്കുക. അപ്പോൾ അവിടെ 7 കിട്ടി. ആ 7-ൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, താഴത്തെ വണ്ണം എത്രയാണെന്ന് നോക്കണം. ആ 7-ൽ നിന്ന് താഴോട്ട് ഒരു ലൈൻ കൊടുക്കുകയാണ്. നമുക്ക് താഴെ കാലിൻ്റെ വണ്ണം അടയാളപ്പെടുത്തണമല്ലോ. അപ്പോൾ താഴത്തെ വണ്ണം എനിക്ക് വന്നിരിക്കുന്നത് 11. തയ്യൽ തുമ്പ് ചേർത്ത് നമുക്കതിനെ 12 ആക്കാം. 12 ആക്കുമ്പോൾ റൗണ്ടാണ്. 12 ഡിവൈഡഡ് ബൈ 2 എത്ര ആവുന്നു? ഡിവൈഡഡ് ബൈ 4. ഈ 2 സൈഡും അടിയിൽ ഇപ്പുറത്തെ ഇത് ഒരു സൈഡാണ്. അപ്പോൾ മറു സൈഡും കൂടെ വരുമ്പോൾ 2 വരുന്നതുകൊണ്ട് 12 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എത്ര വരും? 3 ഇഞ്ച് വീതം 2 സൈഡും മാറ്റി മാർക്ക് ചെയ്യുക. അപ്പോൾ ഒരു സൈഡ് 6 ഇഞ്ച് വരുന്നുണ്ട്, മറു സൈഡ് 6 ഇഞ്ച് വരുമ്പോൾ എത്ര വരും? 12 വരും. ഇനി എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇത് ഇങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. ഈ ലൈൻ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ലൈനും ഇപ്പം നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയ ഈ ലൈനുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക. വളരെ എളുപ്പമാണ് ഈ പാൻറ് തയ്ക്കാൻ വേണ്ടി. നമ്മൾ ഈ ക്രോച്ച് ലെങ്ത് കൊടുത്ത് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ആ പോയിന്റും നമ്മുടെ താഴത്തെ ലൈനും കൂടി ചേർത്താണ് നമ്മൾ ഇവിടെ കട്ടി വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഹിപ്പ് റൗണ്ടിൽ നമ്മൾ അവിടെ കൊടുത്തെടുത്ത് 1/2 ഇഞ്ച് അകത്തോട്ട് ഒരു പോയിന്റ് കൊടുക്കുക. ആ പോയിന്റും ഈ ലൈനുമായിട്ട് ഒന്ന് ചെറിയ ഒരു ഷെയ്ഡ് വരാം. ഇനി അടുത്ത് നമുക്കറിയാം നമ്മുടെ ക്രോച്ച് ലെങ്ത് കഴിഞ്ഞ് താഴെ വരെയുള്ള കാലിൻ്റെ നീർക്കം. അപ്പം ഇതിൻ്റെ പകുതിയാണ് നമ്മുടെ മുട്ടിൻ്റെ അളവ് വരുന്നത് അല്ലേ. അപ്പം ഇതിൻ്റെ പകുതി എത്രയാണെന്ന് നോക്കാം. ഇതിൻ്റെ പകുതി ഇത് എനിക്ക് മൊത്തമായിട്ട് 24.5 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 12.25 അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ മുട്ടിൻ്റെ അളവ്. അപ്പോൾ അവിടെ എന്താണ്, നമുക്ക് 1 ഇഞ്ച് ഒന്ന് മേളിലോട്ട് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് കൊടുക്കാൻ. മുട്ടിന് അവിടെയാണ് നമുക്ക് എന്താണ്, മുട്ട് മുതൽ വണ്ണം കൂടുതൽ വേണം. അതിനാണ് ആ ഒരു മാർക്കിങ് കൊടുത്തത്. മുട്ടിന് താഴോട്ട് നമുക്ക് വണ്ണം കുറച്ചും ഇങ്ങോട്ട് വണ്ണം കൂടുതൽ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ കൊടുത്ത ഇതേ വണ്ണം തന്നെയാണ് ഇങ്ങോട്ടേ വന്നിട്ടുണ്ട്. ഇനി കൊടുക്കേണ്ടത് നമുക്ക് ഈ മുട്ടിന് ഇവിടെ നമ്മൾ ഇതുപോലെ ലൈൻ കൊടുത്താലും ഇവിടെ വരുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കൂല. കാരണം തുടയുടെയൊക്കെ വണ്ണം കൂടുതലായിരിക്കുമ്പോഴൊക്കെ അത് ലൂസായിട്ട് കിടക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ ഒരു കർവ് ഷേപ്പിൽ ഇങ്ങനെ ഒരു ലൈൻ കൊടുത്താൽ മാത്രം മതി. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ താഴെ ഇവിടെ മടക്കി വെച്ചത് ഒന്ന് മടക്കി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അത് ഷേപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അപ്പോഴറിയാൻ പറ്റും. ഇതാ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കട്ട് ചെയ്യണേ.
ഇത് ഇതിൻ്റെ ഫ്രണ്ട് പീസാണ്. ഇനി ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത് ഇടുന്നതാണ്. വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് 2 വീഡിയോ ഇതാണ്. അപ്പോൾ അത് ബാക്ക് പീസിൻ്റെ വീഡിയോ ഇടുന്നതാണ്. ഇപ്പോൾ ആ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പാന്റിന്റെ ബാക്ക് പീസ് കട്ട് ചെയ്യുന്ന വീഡിയോ നാളെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മറക്കരുത്. നമ്മുടെ ചാനലിന്റെ പേര് എക്സലന്റ് ഫാഷൻ.